ഒരു സമയത്ത് താൻ നല്ലവനാണെന്ന് പറഞ്ഞു പരത്തിക്കൊണ്ട് ചമഞ്ഞു നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ക്ഷമിക്കണം, മാങ്ങാണ്ടി മാങ്ങാണ്ടി എന്ന് പറഞ്ഞാലേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അന്ന് താൻ വലിയ മാന്യനും മറ്റുള്ളവർ എതിർപക്ഷത്ത് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ എല്ലാം മോശക്കാരുമാണ് എന്ന് ചിത്രീകരിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരം പോരാടിയിരുന്നു. നിരന്തരം പോരാടുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടാ പോടാ എന്ന് വരെ പരസ്യമായി സമ്മേളനങ്ങൾക്കിടയിൽ പോലും അഭിസംബോധന ചെയ്ത ഒരു വ്യക്തിത്വമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്ങാണ്ടിയുടേത്. ഇപ്പോഴിതാ അവസാനം ചൂണ്ടുവിരലുകളെല്ലാം രാഹുൽ മാങ്ങാണ്ടിക്കെതിരെ തന്നെ തിരിഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, കോൺഗ്രസിനകത്തെ മുതിർന്ന നേതാക്കന്മാർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ഒരു സാധാരണക്കാരൻ്റെ, ഒരു പൗരൻ്റെ പ്രതികരണമാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ രാഹുൽ മാങ്ങാണ്ടി എന്ന കോൺഗ്രസിനകത്തെ ഏറ്റവും നീചനായ വ്യക്തിക്കെതിരെയുള്ള ഒരു പ്രതികരണം. ഈ പ്രതികരണം ഒരുപക്ഷെ മാധ്യമങ്ങളാരും അത്ര വലിയ ഗൗരവമായി എടുത്തു കാണില്ല. എന്നാലും നിങ്ങളത് കേൾക്കണം. ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെയും എടാ പോടാന്ന് പോലും അഭിസംബോധന ചെയ്ത രാഹുൽ മാങ്ങാണ്ടിയുടെ തനിക്കുണം പുറത്തു വന്നപ്പോൾ മിണ്ടാതെ ഉരിയാടാതെ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്ന മാധ്യമങ്ങൾ ഈ പ്രതികരണം കേൾക്കണം. ഇതാണ് ഇന്നിൻ്റെ ജനങ്ങളുടെ ശബ്ദം. പിണറായി എന്തെല്ലാം പറഞ്ഞു നോക്കി, ഒന്നുമില്ല തന്നെ പ്രായത്തിനെങ്കിലും നോക്കണ്ട. അതിനു മുമ്പേ വന്ന എത്രയോ പേര് പാർട്ടിയിലുണ്ട്. അവരാരെങ്കിലും പിണറായി വിജയനും എല്ലാം പറയുന്നുണ്ട് എടാ പോടാന്നൊക്കെ വിളിച്ച് സംസാരിച്ച്, നേരിട്ടല്ല മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുക മോശമല്ലേ? ഇവരെല്ലാത്തവനാ. അതുകൊണ്ടാണ് കോൺഗ്രസ് പടുകുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CPM ഇതേ കുറ്റം ചെയ്ത് ആരായിരിക്കണം പെണ്ണുങ്ങളെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണം ചെയ്യും? ആർക്കും ഗുണം ചെയ്യില്ല. ആ നാറിയവന്റെ ഗുണം ആർക്ക് വേണം? അത് വെട്ടി CPM-ന് ഒരു വോട്ട് പോലും വേണ്ട. അവന്റെ നാറ്റം പിടിച്ച വോട്ട് ഒന്നുപോലും CPM-ന് വേണ്ട. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ജയിച്ചുള്ള ഒരു വോട്ടിന്റെ ഒരു MLA ഒരു ഭരണകർത്താവും നമ്മുടെ ഈ CPM-ന്റെ തലയിൽ വരെയും വേണ്ട. അവന്റെ വോട്ട് ആർക്കും വേണ്ട. അതിന്റെ പേരിൽ ഒരു വോട്ടും കിട്ടാനും പോണില്ല. അവനെ ചെമന്നവര് നാറും, അത്രയേ ഉള്ളൂ. ആരായാലും അതിപ്പോ നാറിയ അത് മനസ്സിലാക്കിയ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്, നേതാക്കന്മാര്. അവര് തന്നെ പറഞ്ഞു അവനെ ചമക്കരുത് എന്ന് പറഞ്ഞു. കാരണം കാര്യം മനസ്സിലായത്. ഈ ഒരു സാധാരണക്കാരനായ ചേട്ടനോട്, ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, രാഹുൽ മാങ്കാണ്ടിയുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ആരുടെ ഭാഗത്തേക്ക് സ്വാധീനിക്കുമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു ഭൂലോക ഉഡായ്പിനെ അവൻ്റെ പേര് പൊക്കി പറഞ്ഞുകൊണ്ടുള്ള വോട്ടെന്നും നമുക്ക് വേണ്ട, ഇടതുപക്ഷത്തിന് വേണ്ട. അവൻ്റെ ഇത്തരം ചെറ്റ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വോട്ടുകളൊന്നും ഇടതുപക്ഷത്തിന് വേണ്ട. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ കൊടുക്കുന്ന വോട്ടുകൾ മാത്രം മതി. വികസന പ്രവർത്തനങ്ങൾ കണ്ട് സംതൃപ്തരായവരുടെ വോട്ടുകൾ മാത്രം മതി എന്ന് ഈ സാധാരണക്കാരൻ പറഞ്ഞു വയ്ക്കുമ്പോൾ, ഏതൊരു സാധാരണക്കാരനായ ഇടതുപക്ഷ അനുഭാവിയുടെയും മനസ്സിൽ നിലപാട് എന്ന് പറയുന്നത് ഒരുപോലെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. എന്തായാലും ശരി, രാഹുൽ മാങ്ങാണ്ടിയെ പോലുള്ള ഒരു ഭൂലോക ഉഡായിപ്പിനെ, സ്ത്രീകളെ അടിമകളെ പോലെ കാണുന്ന ഈ ഭൂലോക ഉഡായിപ്പിനെ, ആ ഉഡായിപ്പിൻ്റെ നന്മമുഖം അല്ലെങ്കിൽ നന്മ മരമാണെന്ന് ചമഞ്ഞു നടന്ന പൊയ്മുഖം പൊളിഞ്ഞു വീഴുമ്പോൾ ഒരു സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹിതം ഇടതുപക്ഷ നേതാക്കന്മാരെ അസഭ്യം പറഞ്ഞ് അഭിസംബോധന ചെയ്ത രാഹുൽ മാങ്ങാണ്ടിയുടെ മുഖത്തേക്ക് ചെരിപ്പൂരി അടിക്കുവാനുള്ള സമയവും സന്ദർഭവും കാത്തിരിക്കുകയാണ് സാധാരണക്കാരായ ഓരോ ജനതയും. അതിൻ്റെ ഏറ്റവും വലിയ കൃത്യമായ സത്യസന്ധമായ തെളിവുകൾ തന്നെയാണ് ഈ സാധാരണക്കാരായ ഓട്ടോ ചേട്ടൻ്റെ വാക്കുകളെന്ന് നിസ്സംശയം പറഞ്ഞു വയ്ക്കാം.